മാന്യമായ വസ്ത്രം ധരിക്കുക എന്നുള്ളത് നമ്മളെല്ലാം ചെയ്യുന്ന കാര്യമാണ്. അവരവരുടേതായ രീതിയിൽ മാന്യമായ വസ്ത്രധാരണം, വൃത്തിമനയുള്ള രീതിയിൽ. അതിനപ്പുറത്തേക്ക് പോഷ്നസ്, നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കൂടുതൽ ശ്രദ്ധിക്കും. ഒരു പർട്ടിക്കുലർ ബ്രാൻഡിന്റെ ഷർട്ട്, ആ ബ്രാൻഡിന്റെ ലോഗോ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ പ്രത്യേകം ശ്രദ്ധിക്കും. അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള എനിക്ക് ഒരിക്കലും തോന്നാത്ത ഒരു ചിന്തയാണത്. നമ്മുടെ ഒരു പേഴ്സണാലിറ്റി തന്നെയാണ്, നമ്മുടെ അകത്തുള്ളൊരു പേഴ്സണാലിറ്റി ഉണ്ടല്ലോ, നമ്മുടെ ക്യാരക്ടറും നമ്മുടെ ബോഡി ലാംഗ്വേജും നമ്മുടെ സംസാര രീതിയും അല്ലേ, നമ്മുടെ പെരുമാറ്റവും. അത്രയും വലിയൊരു അങ്ങനെ ഒരു ബ്രാൻഡല്ലേ, അതിലേറ്റവും വലിയ ബ്രാൻഡ് നമ്മുടെ പേഴ്സണാലിറ്റി എന്നൊരു ബ്രാൻഡ് ഉണ്ടല്ലോ. അത് ഏറ്റവും വലിയ ലക്ഷറിയസ് ബ്രാൻഡിനേക്കാൾ മുകളിലാണല്ലോ. അപ്പൊ നമ്മളൊക്കെ പൊതുവിൽ ഈ നാട്ടിൽ റെസ്പെക്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ആളുകൾ ഏത് ബ്രാൻഡ് ഡ്രസ്സായിട്ടിരിക്കും നമ്മൾ ആരെങ്കിലും നോക്കാറുണ്ടോ? നമ്മൾ ആ വ്യക്തിയെ മാത്രമേ കാണുന്നുള്ളൂ പലപ്പോഴും. ഡ്രസ്സിലേക്കൊന്നും അങ്ങനെ എനിക്ക് പോകാൻ പറ്റുന്നില്ല. ഞാനൊരു ന്യൂനപക്ഷമായിരിക്കാം ചിലപ്പം, എനിക്കറിയില്ല. എനിക്ക് അവർ വന്ന കാർ ഏതാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ നോക്കാനായിട്ട് തോന്നാറില്ല. ഇപ്പൊ നോക്കുന്നവർ ധാരാളം ഉണ്ട് കേട്ടോ, ഞാൻ ഇല്ലെന്നല്ല പറഞ്ഞത്. പക്ഷെ ഐ ബിലോങ്സ് ടു മറ്റേ സൈഡാണ്. കാരണം ആ വ്യക്തിത്വത്തിലാണ് നമ്മൾ ആ വ്യക്തി എന്താണ്, ആ വ്യക്തിയുടെ കാമ്പ് എന്താണ്, ഒരു സോൾ എന്താണ്, ഇതൊക്കെയാണല്ലോ നമ്മൾ സാധാരണ ഇതിൽ പരിചയപ്പെട്ട് കുറച്ച് കഴിയുമ്പം അല്ലേ അതിലേക്കാണല്ലോ പോകുന്നത്. അപ്പം നമ്മളെ കാണാനും നിരവധിയായിട്ടുള്ള ആളുകൾ വരുമല്ലോ, ബിസിനസ് ആയതുകൊണ്ട് നമ്മുടെ സപ്ലൈസ് വരും, അല്ലാതെ ഒത്തിരി ആളുകൾ വരാറുണ്ട്. അപ്പം ഈ സമൂഹത്തിൽ നിന്ന് പല രീതിയിലുള്ള ആളുകൾ വരാറുണ്ട്.